അപ്പോൾ മഹാരാഷ്ട്രയിൽ പോകാൻ വേണ്ടി എറണാകുളം സൗത്തിലൊന്നൊക്കെയാണ് ട്രെയിൻ കയറാൻ പോയത്. ട്രെയിനിൽ ജലത്തിലാണ് ഓടിക്കും ഓടിക്കോട്ടോ. അപ്പോൾ ജലത്തിൽ കയറി പറ്റാൻ വേണ്ടി സീറ്റ് ഇട്ടാൻ വേണ്ടി ഓടയുണ്ടോ? സീറ്റ് കിട്ടൂല തോന്നുന്നത്. സീറ്റ് കിട്ടോ? നോക്കാം. ജലത്തിൽ സീറ്റ് കിട്ടുമെന്നാണ് അസ്കർ പറയണേ. വിൻഡോ ഒന്നും കിട്ടൂല പറയുന്നത്. അപ്പുറത്ത് വേറെ ട്രെയിൻ ഉണ്ടല്ലോ. ട്രെയിനിൽ കയറിയിട്ട് ബാക്കിയുള്ള കാഴ്ചകളാണ്. പൈസ അപ്പോൾ നമുക്ക് സീറ്റ് കിട്ടിയിട്ടോ. ജലറിലാണ് ഇഷ്ടംപോലെ സീറ്റ് ഫ്രീ ആയിട്ട് ഇറക്കിയത്. ആദ്യത്തെ സീറ്റൊക്കെ കയറി പിടിച്ചേക്കുന്നൂടാ. നമ്മൾ സീറ്റ് ഇഷ്ടംപോലെ ഉണ്ടോ. ബായ് കേരള കുട്ടപ്പോൾ തിരക്കായിട്ടോ. എല്ലാ സീറ്റിലും ആൾക്കാരൊക്കെ ആയി. ഹലോ ഗൈസ്, അപ്പോൾ ഇവിടെ മഹാരാഷ്ട്രയിൽ പൽവേൽ എത്തിട്ടോ. ഇനിയിപ്പോൾ അടുത്ത ട്രെയിൻ പിടിക്കാൻ വേണ്ടി പോയത്. ഇനി എവിടെയൊക്കെ പോണേ? നേരൽക്കാണ് ഇനി പോണ്ടേ. അതിനൊപ്പം നമ്മൾ ഫുഡൊക്കെ അടിച്ചിട്ടുണ്ട്. കേരള ഫുഡ് ഇട്ടിട്ടുണ്ട്. കേരള ഫുഡൊന്ന് ഇതാണ് ഇവിടുത്തെ ചോറ്. 100 രൂപ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കി വിശേഷം കാണാം. ഇവിടെ നല്ല തിരക്കാണോ. അപ്പോൾ നമ്മൾ പൽവേലിൽ നിന്ന് നേരെ കല്യാണക്ക് പോകാനായിട്ട് വേറെ ലോക്കൽ ട്രെയിൻ പിടിച്ചേക്കാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല, അത് പിടിച്ചോണ്ട് തുടങ്ങിയത്. പൈപ്പ് നോക്കിയിട്ട് കാണാനല്ല. പൈപ്പ് കണ്ടുപിടിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ടാണെങ്കിൽ ബാക്കി പരിപാടി നോക്കട്ടെ. വിശന്നിട്ട് രക്ഷയില്ല. അടുത്ത ക്ലിപ്പിൽ കാണാം. ഹലോ, അപ്പോൾ നമ്മൾ ഇവിടെ ടോയ് ട്രെയിൻ എടുക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ടോയ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തത്. രണ്ടോട് പോകിയ കിടപ്പുണ്ട്. ഇപ്പം അവൈലബിൾ അല്ലെന്നാ പറഞ്ഞേ. കുറച്ച് നേരിട്ട് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ടാക്സി അടിച്ച് പോകാൻ നിർത്തി. ഇതപ്പോൾ നേരാൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ളൊരു മാർക്കറ്റാണ്. അവിടെ ഞായറാഴ്ച ഉണ്ടല്ലോ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായി. കച്ചവടക്കാർ ഇഷ്ടംപോലെ കച്ചവടക്കാരും സാധനം പഠിക്കാനുള്ള ആൾക്കാരൊക്കെ ഉള്ളത്. നല്ല തിരക്കാണ്. ഇവിടെ ട്രെയിനറിയിട്ട് ടാക്സി അടിക്കാൻ വേണ്ടി പോയത്. ഇവിടെ ടാക്സി നമുക്ക് 100 രൂപക്ക് പോകാൻ പറ്റും. അവിടെ തിരക്കാണ്. ഞായറാഴ്ച കൊണ്ട് ടാക്സി വിളിച്ച് പോയാൽ നല്ല ക്രൗഡുണ്ടല്ലോ. ഇവിടെ വീക്കെൻഡ് ആയതുകൊണ്ടല്ല അത്യാവശ്യം ക്രൗഡുണ്ട്. ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. എന്തോ മറ്റേ ട്രാക്കിൽ ഓടിക്കണോ ഓടിക്കണേ. ഇട്ടപ്പോൾ നമ്മൾ ബാത്തേരാൻ എത്തിരിക്കുക. ഇവിടെ കുറേ കുതിരകളൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. ഇവിടെ നല്ല തണുത്ത ക്ലൈമറ്റാണ്. ബാത്തേരാൻ അപ്പോൾ നമ്മൾ എടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകത എല്ലാവരും തിരിച്ചറിയണം. ഇവിടെ നമ്മൾ അവിടേക്ക് കയറിപ്പോളെ കൊള്ളാം. സ്ഥലം കൊള്ളാം. ഗൈസ്, അപ്പോൾ നമ്മൾ ബാത്തേരാനോട് രാത്രി വെറുതെ നടക്കാറിയതാ. കൊള്ളാട്ടോ. ഇവിടെ കോടയും
മൊത്തത്തിൽ ടൂറിസ്റ്റുകളാണ് ഇവിടെ. ഇഷ്ടംപോലെ കടകളുണ്ട്, കുറേ സാധനങ്ങൾ മേടിക്കുക. ഇതിൻ്റെ കുറച്ച് ന്യൂസൊക്കെ കാണിച്ചു തരാം. നമ്മുടെ രാവിലത്തെ രേഖകള് ഇവിടെ വ്യൂ പോയിന്റ് കാണാൻ രക്ഷ നല്ല കോടയിലൂടെ. അപ്പൊ നമ്മ നടന്നത് ബാത്തേരാല തിരികെ ബാത്തേരാല സ്റ്റേഷനിലത് ഇവിടെ വരെ കിട്ടും ട്രെയിൻ കിട്ടും. നമുക്ക് വൈകാട്ടാൻ വേണ്ടി ഒരു പട്ടിയെ കിട്ടിയിട്ടുണ്ട്. 2 പട്ടികൾ. ഒരാളപ്പോൾ നമ്മളെ ഫ്രണ്ടില് ലീഡറായിട്ട് വന്ന് ഒറ്റ പുറകിലെ പോയത്. സ്ഥലം എന്തായാലും കൊള്ളാം, അടിപൊളിയാണ്. കാടിൻ്റെ അടുത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പം. ബ്രോസ് അപ്പം അതിൻ്റെ ഇതിലല്ലോ ബാത്തേരാലൊരു സ്കൂളാണിത്. കിടില റൂട്ടാണ്, കുറേ സ്റ്റെപ്പ് കയറി പോകണം. ബാത്തേരാന്ന് കിടില സ്ഥലമുണ്ടോ, അടിപൊളി വ്യൂ പോയിന്റും കിടില ക്ലൈമറ്റ് ആയിട്ട് എടുക്കുന്ന സ്ഥലമാണ്. അടിപൊളിയാണ് ഇവിടെ സെറ്റാണ്. ഞാനപ്പോൾ ബാത്തേരാല റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഇവിടെ നിന്നൊക്കെ ടോയ് ട്രെയിനൊക്കെ കിട്ടുന്നത്. ഇവിടെ കുറച്ച് നേരം ക്ലൈമറ്റൊക്കെ അറിയാം, അടിപൊളി ക്ലൈമറ്റായി. മൊത്തം കോടയിൽ പൊതിഞ്ഞ് നമുക്ക് ടിക്കറ്റ് ഫസ്റ്റ് ക്ലാസ് കിട്ടിയത് 95 രൂപയായി. അപ്പോൾ ബാത്തേരാല ടോയ് ട്രെയിൻ കയറി തിരിച്ച് അമ്മാനോടത്തേക്ക് പോകാൻ കാഴ്ചയാണിത്.